പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനികർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ശക്തമായി പ്രതികരിച്ച് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ. ഇറാഖിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 7 US സൈനികർക്ക് പരിക്കേറ്റതിന് പിന്നാലെയാണ് ലോയിഡ് ഓസ്റ്റിന്റെ പ്രതികരണം വന്നത്. കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ മൂന്നാം തവണയാണ് ഇറാഖിലെ INL അസദ് താവളത്തിൽ US സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. US സൈന്യത്തിനെതിരെ ഇറാൻ നിയോഗിച്ച തീവ്രവാദികൾ നടത്തുന്ന ആക്രമണമാണിതെന്നാണ് വിമർശനം. ആക്രമണങ്ങൾ തുടരാനാണ് ശ്രമമെങ്കിൽ അംഗീകരിക്കില്ലെന്നും മേഖലയിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ തുടർച്ചയായി ലക്ഷ്യം വെക്കുന്നത് സഹിച്ചു നിൽക്കില്ലെന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. ആക്രമണത്തിൽ 5 സൈനികർക്കും 2 കോൺട്രാക്ടർമാർക്കും പരിക്കേറ്റുവെന്നും ഏവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഓസ്റ്റിൻ വ്യക്തമാക്കി. പെന്റഗണും ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാൻ ഭീകരവാദികൾ നടത്തിയ ആക്രമണമാണിതെന്നും US സൈന്യത്തിനെതിരായ ഇറാന്റെ നീക്കങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണെന്നും ഓസ്റ്റിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവക് ഗാലന്റുമായി നടത്തിയ സംഭാഷണത്തിനിടെ വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ സമാനമായ ആക്രമണങ്ങൾ പതിവായിരുന്നുവെങ്കിലും പിന്നീട് കുറയുകയായിരുന്നു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഉന്നത നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് US സൈന്യത്തിനെതിരെ റോക്കറ്റ് ആക്രമണങ്ങൾ വർദ്ധിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്യാന ന്യൂസ്.